ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് 2 കൺസൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഹ്യൂജ് എമൗണ്ടിൻ്റെ ആണ്. സൂരജിനെ നമുക്കൊന്ന് വിടാം. ബാക്കി ഞാനത് പറയാം. ഓക്കെ, അവരോട് പറയണം, ശ്രദ്ധിച്ച് പോകാൻ പറയണം. ഓക്കെ. പക്ഷേ സൂരജ് പറ്റുമോ? എന്താണ് അവൻ ചെയ്തതല്ലേ? ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ. പ്രതാപ്, കം. ഓക്കെ സാർ. പ്രതാപ്, ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഓക്കെ സാർ. ഈ ബോക്സ് പെട്ടെന്ന് വില്ലെത്തിക്കണം. ഓക്കെ. അവിടെ ക്ലയൻറ്റ് വരും. ഓക്കെ. ആരും അറിയരുത്. കുറച്ചധികം പൈസയുടെ സാധനമുണ്ട്. ഓക്കെ സാർ. നീ ഒരു കാര്യം ചെയ്യ്, ആ സൂരജിനെ കൂടി വിളിക്കും. ശരി സാർ. പെട്ടെന്ന് വരാൻ പറയും. ഓക്കെ. ദാസേ, എവിടെ നീ? പെട്ടെന്ന് വിക്രമേനും കൂട്ടിയിട്ട് ഓഫീസിലോട്ട് പോവാം. ചെറിയൊരു പണിയുണ്ട്. ഓഹ്, സുരജ് എവിടെയുണ്ട്? ആ ഗുഡ് മോർണിംഗ് സാർ. പെട്ടെന്ന് ആ ഞാൻ വീട്ടിൽ നിന്ന്. പണിയുണ്ട് നിനക്ക്. ഓക്കെ.
ആ ഇത്തിരി വിളിക്കും കേട്ടോ. ആ സാർ ഞാൻ വിളിക്കാം. നീ എത്തിയോ? ആ സാർ ഞാൻ താഴെയുണ്ട്. ഓ ശരി. പ്രതാപ് കമേൻ. ഇതാ ഡയമണ്ട്. നീ വില്ലയിൽ പോയി മേഡത്തിനെ ജയിപ്പിക്കാം. ക്ലയൻറ്റ് അവിടെ നിന്ന് കറക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. ബോസിന് വേറൊരു കൺസൈൻമെന്റ് ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. ഇതെല്ലാം നിനക്ക് അറിയാലോ. ഗാർഡ്സും വണ്ടി തരുമായിരുന്നു. ആ ബോസ് എന്നെ വിളിച്ചിരുന്നു. ഇത് ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ചു പോകണം. എവിടെ നിർത്തണ്ട. നേരെ വില്ലയിലോട്ട് പോയാൽ മതി. കേട്ടല്ലോ? ഏകദേശം 5 ലക്ഷം രൂപ ഒരു ഡയമണ്ട് അത്. ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ലീക്കായാൽ എല്ലാം തീർന്നു. ഈ വളവല്ല, അടുത്ത വളവിൽ അവിടെ വെച്ച് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഞങ്ങളവൻ്റെ പേരൊക്കെ തന്നെ ഉണ്ട്. അവനവിടെ ഒരു കഫ്റ്റയിൽ കയറിയിരിക്കുക. അടുത്ത വളവിൽ നമുക്ക് അവനെ വിട്ടോട്ട് പിടിക്കാം. ഓക്കെ, വ്യക്തമായി പറഞ്ഞല്ലോ. വെറുതെ ഒരു അറ്റംപ്റ്റ് എടുത്ത് കുളമാക്കി കളയരുത്. ഇത്രയും കാലത്തിന് ശേഷമാണ് ഇതുപോലെ അവസരം കൊണ്ടത്. ഇതിന് മാത്രം എന്താ ബോക്സിലുള്ളത്? എടാ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊരു താക്കോൽ കൂട്ടമാണ്. തക്കതായ പ്രതിഫലം കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ആ അതൊക്കെ ഓക്കെ. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയായി തീർത്തുതരാം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ഇടയിൽ എങ്ങനെയാണ്? പറഞ്ഞ ഷെയറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ആദ്യം അവൻ്റെ കയ്യിൽ നിന്ന് ആ ബോക്സ് എടുക്കാൻ നോക്ക്. അവൻ മിസ്സാവണ്ട. ആ നമ്മളവൻ്റെ പിറകെ തന്നെ ഉണ്ട്. ആ ഞാനൊരു ഡ്യൂട്ടി കാര്യത്തിന് വേണ്ടി വന്നതാ. വരാലോ? ആടെ വന്നു. ചായ വാങ്ങിക്കാൻ വരുന്നത്. ഓക്കെ ശരി ശരി ശരി. ആടെ എത്തി ചെടിക്കല്ലേ വരാ. എടാ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ കയറിയതേ ഉള്ളൂ.
എടുത്താൽ പറ്റും. ഇതൊക്കെ എന്തിനാ അടിച്ചു മാറ്റുന്നത്? അത് നമുക്ക് റെഡിയാക്കാം. ഇപ്പം ഞാൻ വേറെ ഡീലിങ്ങിലുള്ളത്. അത് ഞാൻ ഡോ, വിളിക്കാം. വാ പോവാം പെട്ടെന്നോ. എടാ അവൻ പോയി, വണ്ടി പെട്ടെന്ന് എടുക്ക്. എവിടുന്ന് വരണ ഇവനൊക്കെ? ഹലോ, വണ്ടി മാറ്റ്. എന്താ എന്താ കാര്യം? അവനെ പിടിക്കും. ഹലോ, എന്താണോ എന്താ പ്രശ്നം? വിട് വിടരാ, വിടല്ലേ. അവിടെ നിന്നില്ലേ? എനിക്ക് തോന്നില്ല അത് കിട്ടണം. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. വാ നമുക്ക് പോവാം. ബ്രോ, ആ ബ്രോ, എന്താ കാര്യം? നീ വന്ന എന്റെ വണ്ടി മാറി വണ്ടി മാറിപ്പോയോ? നമ്മളെ ചെങ്ങൈര വണ്ടി, എടാ നമ്മളെ ചെങ്ങൈര വണ്ടി ഇയാളതും സെയിം അല്ലേ? നിങ്ങളെ സെയിം വണ്ടി ഇപ്പൊ പോയെ, ഇതിലേ പോയെ, ഇപ്പൊ പോയ എങ്ക വണ്ടി കിട്ടും. ഇപ്പൊ പോയത് പാസ്സായതേ ഉള്ളൂ. എങ്കിലെ പ്രശ്നം ഒന്നുമില്ല, എങ്ങനെ ഒന്ന് വണ്ടി മാറി പോയത് അത്ര പഠിച്ചവനെ വല്ലിയെങ്കിലും അങ്ങനെ വണ്ടി ഓർമ്മകളില്ല. ഒരു കാര്യം. ഇതെന്റെ വണ്ടിയാണ്. ബ്രോ ബ്രോ ബ്രോ, വണ്ടിയല്ലേ ഇതേ? നിങ്ങളുടെ വണ്ടിയല്ലല്ലോ. അയ്യോ സോറി ബ്രോ, അറിയാണ്ട് വണ്ടി മാറി പോയതാ. സോറി സോറി. ഇനിയിപ്പോ എല്ലാം ഉണ്ടോ നോക്കട്ടെ ഞാൻ ആദ്യം. ഹലോ റഹ്മാൻ സാർ. ആ സൂരജ് പറയൂ, എവിടെ? ആകെ പ്രശ്നമായി. നമ്മുടെ ഡയമണ്ട്സ് ഒക്കെ പോയി. നല്ല തമാശ. തമാശയല്ല സാർ, എല്ലാവന്മാരും കൊണ്ടുപോയി. സത്യമാണോ? നല്ല പണി തന്നെയാണ് കിട്ടിയത്. എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യ്, പോലീസ് സ്റ്റേഷനിലോട്ട് പോ, ഞാൻ അങ്ങോട്ട് വരാം. ബോസിനോട് വിളിച്ച് കാര്യം പറഞ്ഞോ? ഞാൻ വിളിക്കാം. ശരി സാർ. ഹലോ ഹലോ ബോസ്, ഞാൻ നമ്മളെ പ്രതാപ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ പറ്റിയത്? നമ്മുടെ ഡയമണ്ട്. ഹലോ ഹലോ സാർ, അല്ല ഡയമണ്ട് ആരുടെ കയ്യിൽ കൊടുക്കണ്ട പറഞ്ഞത്? എന്താടാ നീ തമാശ കളിക്കണോ? ഒന്നുമില്ല സാർ, ഞാൻ വന്നിട്ട് പറയാം.
എടാ, ഇത് പെട്ടെന്നാവട്ടെ. തണുപ്പ്. പെട്ടെന്നാവട്ടെ. ഉം. ഹലോ ആ ദാസ് പറയൂ. ഏ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നില്ലേ? ആ. ഇനി ഞാൻ പറയുന്ന സ്ഥലത്ത് പോയി ബോക്സ് കൊണ്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഒരാളെ ഡെലിവറി പോയി ഇങ്ങോട്ട് കൊടുക്കാം. പേയ്മെന്റ് ഞാൻ അയാൾക്ക് കൊടുക്കാം. എടോ താനെന്ത് പരിപാടിയാണ് കാണിച്ചത്? വണ്ടിക്കകത്ത് ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡാ നീ കളിക്കല്ലേ? കിട്ടിയ ഡയമണ്ട്സ് കൊണ്ട് ഒറ്റക്ക് പോകാനുള്ള പ്ലാനെങ്കിൽ നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ല. ഡയമണ്ടോ? ഡയമണ്ടോ? കൊള്ളപ്പന്നി. നിനക്കൊന്നും പ്രതാപൻ അറിയില്ലടാ. ബോസ് അറിയാൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിലേ നീ എന്ന് എനിക്കൊന്നും അല്ലടാ. സോ ഡോണ്ട് മേക്ക് യു എ ഫൂൾ. ഒന്ന് പോടോ. ഹലോ സുഖം, എല്ലാം പറഞ്ഞത് നടന്നില്ലേ? ബോസിന് സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് കാലത്തെ പ്ലാനിങ്ങാ. ഒരുപാട് കാലയാട്ടുന്നു കേൾക്കുന്നത്. ഇനിയെങ്കിലും കഷ്ടപ്പെടണം. എന്തൊന്നും പറയാത്തെ? ഹലോ ആരിത്? സലാമേ, ആ ഓർമ്മയുണ്ടോ നമ്മളിന്നലെ അവിടെ വണ്ടി വെച്ച് കിടന്നപ്പോ? ആ എന്നാ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. ഓക്കെ ഓക്കെ. എൻ്റെ അതേ വണ്ടിയാണല്ലോ. ബ്രോ ആ ബ്രോ, നിങ്ങളെ മറ്റേ പ്രശ്നമൊക്കെ എന്തൊക്കെയായി? എന്ത് പ്രശ്നം? ഇന്നലെ മറ്റേ വണ്ടിയെല്ലാം മാറിയിട്ട് ആ പയ്യനായ ടെൻഷൻ. എന്നോടൊന്നും ഞാനാ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങോട്ടാ പോകണ്ടെന്ന്. നിങ്ങളറിയാലോ.